ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സംസാരിക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. അതുപോലെ ഇനി ഏത് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോ വേണം, എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ വേണം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തും കൂടി സപ്പോർട്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെറമൈഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കേൾക്കുന്നുണ്ടാവും. സ്കിൻ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറമൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫേസ് വാഷസ് ഇറങ്ങുന്നുണ്ട്, ടോണർ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഓരോ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് സെറമൈഡ് എന്ന് നോക്കാം. സെറമൈഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള ഒരു മോളിക്യൂളാണ്. ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഐറ്റം ആണ് സെറമൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ വാരി തേക്കുന്നതെന്നല്ലേ. സെറമൈഡ് നമ്മുടെ മുഖത്ത് ഔട്ടർ ലെയറിലാണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിലും നമ്മുടെ കാലക്രമേണ, അതായത് ഏജ് കൂടുന്നത് കൊണ്ട് സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോയി സൺ ഡാമേജ് ഏറ്റ സ്കിന്നാണ്, പിന്നെ നല്ല രീതിയിൽ ഓവറായിട്ട് എക്സ്ഫോലിയേഷൻ ചെയ്യുന്ന സ്കിന്നാണെങ്കിലൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് സെറമൈഡ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് സ്കിൻ ബാരിയർ നശിക്കാന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ എന്തിട്ടാലും നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരു മോയ്സ്ചറൈസർ പോലും നമുക്ക് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. നന്നായിട്ട് വേർക്കുന്നു, അല്ലെങ്കിൽ മുഖം ആകെ ചുമന്നിരിക്കുന്നു. ഇതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് സ്കിൻ ബാരിയർ മോശമാവുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ രക്ഷകനായിട്ട് എത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സെറമൈഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പശ പോലെയാണ്, അതായത് ഒരു ഫെവിക്കോൾ ഉണ്ടല്ലോ, അതുപോലെ അത്രയും തിക്കായിട്ട് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സെറമൈഡ് എന്ന് പറയുന്നത്. സെറമൈഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഏറ്റവും അടിപൊളിയായിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ റിട്ടൈൻ ചെയ്ത് കൊണ്ടുവന്ന് സ്കിന്നൊന്ന് മോയ്സ്ചറൈസർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ആക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഏജിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനും സ്കിന്നൊന്ന് കാമാക്കി സ്മൂത്ത് ആക്കി പ്ലംബി ആക്കി വെക്കാനും ഒക്കെ സെറമൈഡ് അടിപൊളിയാണ്. സെറമൈഡ്സിന്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വൺ ഫേസ് വാഷസ് ആണ്. ഫേസ് വാഷ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ സ്കിൻ ബാരിയർ മോശമാണെങ്കിൽ നല്ല രീതിയിൽ അത് പിന്നെ നമ്മൾ സെറമൈഡും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് അത് നമ്മുടെ സ്കിന്നിൽ വെച്ചോണ്ടിരുന്നാൽ മാത്രമേ അത് നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുള്ളൂ. ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ 1 മിനിറ്റ്, ചിലവർ 1 മിനിറ്റ് പോലും എടുക്കില്ല, 5 സെക്കൻഡ് കൊണ്ടൊക്കെ മുഖം കഴുകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടണം എന്നില്ല. മേ ബി ഹൈഡ്രേഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടി കഴുകി കളയുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ ഫേസ് വാഷ്. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ടോണേഴ്സ് ആണെങ്കിൽ നല്ലതാണ്. ടോണർ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെറമൈഡ്സിന്റെ ടോണേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി മോയ്സ്ചറൈസേഴ്സ് ആണ്. മോയ്സ്ചറൈസർ സെറമൈഡ് ഉപയോഗിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഓരോ സ്കിൻ ടൈപ്പിന് ചേരുന്ന മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനായിട്ട് നമുക്ക് പറഞ്ഞാലൂടെ. അതിനു മുന്നേ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമോ എന്നുള്ളത്. സെറമൈഡ് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ സ്യൂട്ട് ആവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടിരിക്കുക ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാരിയർ റിപ്പയർ ആക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ബാരിയർ മോശമാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഏറ്റവും അടിപൊളി. മറിച്ച് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സ്കിൻ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ ഹെൽപ്പ് ആക്കിയുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും. നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നവരാണെങ്കിലും റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും സെറമൈഡ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യാതൊരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇനി ഓരോ സെക്ഷൻ ആയിട്ട് പോവാം. ആദ്യത്തത് ഡ്രൈ സ്കിന്നെ കുറിച്ച് സംസാരിക്കാം. എന്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് അവർക്കൊരു ഫസ്റ്റ് അവർക്ക് കൊടുക്കാം അല്ലെ. ഓക്കെ, ഡ്രൈ സ്കിൻ ആണ് നിങ്ങളെങ്കിൽ ഡെർമാക്കോയിന്റെ സെറമൈഡിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീം നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ സെറാവയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നല്ലതാണ്. മൂന്നാമതായിട്ട് റീക്വൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ സെറമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസറും നിങ്ങൾക്ക് സൂപ്പർബാണ്. രണ്ടാമത് നമുക്ക് ഇനി ഓയിലി സ്കിന്നിലേക്ക് പോയാലോ. ഓയിലി സ്കിൻ ആണ് നിങ്ങൾക്കെങ്കിൽ ഡോക്ടർ ഷേർത്തിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയ ഈ ഒരു സംഭവം സൂപ്പർ റിസൾട്ട് തരും. രണ്ടാമതായിട്ട് ഡോട്ട് ആൻഡ് ഗീയുടെ സീക്ക പ്ലസ് കാമിംഗ് മോയ്സ്ചറൈസർ സൂപ്പർബാണ്. മൂന്നാമതായിട്ട് പ്ലംബിന്റെ ഈ ഒരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ. ഇനി നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിലേക്ക് പോവാം.
എനിക്കറിയാം കുറെ പേർക്ക് അത് ഉണ്ടെന്നുള്ളത്. സെൻസിറ്റീവ് സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെർമാക്കോയിന്റെ 4% ഈ ഒരു സെറമൈഡിന്റെ മോയ്സ്ചറൈസർ തന്നെ നിങ്ങൾക്ക് അടിപൊളി. അതുപോലെ തന്നെ മിനിമലിസ്റ്റിന്റെ ഈ ഒരു 0.3% സെറമൈഡ് മോയ്സ്ചറൈസർ സൂപ്പർബാണ്. സെറാവയുടെ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് നല്ലോണം സ്യൂട്ട് ആവും. ഇനി നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിലേക്ക് പോയാലോ. ബി ബോഡി വൈസിന്റെ 1% പെപ്റ്റൈഡ് സെറമൈഡ് മോയ്സ്ചറൈസർ ആയിട്ടുള്ള ഇത് അടിപൊളിയാണ്. പെപ്റ്റൈഡ് കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ആക്കും. രണ്ടാമതായിട്ട് ഓർഡിനറിയുടെ നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ഫാക്ടർ ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. മൂന്നാമതായിട്ട് ഡോട്ട് ആൻഡ് ഗിയുടെ സെറമൈഡ് പ്ലസ് ഹൈലറോണിക് എന്ന് പറഞ്ഞ ഈ വൈറലായിട്ടുള്ള ഈ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഫൈനലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിലി ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയുള്ളതാണ്. ബി ബോഡി വൈസിന്റെ 1% പെപ്റ്റൈഡ് ആൻഡ് സെറമൈഡ് അടിപൊളി. ഡോട്ട് ആൻഡ് ഗിയുടെ നയാസിനിമേറ്റ് പ്ലസ് സീക്ക മോയ്സ്ചറൈസറും സൂപ്പർബാണ്. മൂന്നാമതായി ഫിസിയോജെൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ 4 സ്കിൻ ടൈപ്പിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അപ്പം തന്നെ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.